മായ്ക്കാൻ വേണ്ടി നമ്മൾ ഇവർ ഡസ്റ്റർ പോലെ എന്തൊക്കെയോ പറയണൂടി. ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഹലോ ഗായ്സ്, ഇത്തിരി പുറകെ പോവാ ഓട്. അയ്യോ, ക്യാമറയിൽ ചാർജില്ല. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ വഴിയിലൂടെ നടക്കണം. നമ്മുടെ പുറകിൽ കാണുന്നതാണ് വീട്. ഇങ്ങനെ തൊടിയിലൂടെ നടക്കുക. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സ്ലേറ്റൊക്കെ മായ്ക്കുന്നത്, നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് സ്ലേറ്റ് മായ്ക്കാൻ ഒരു ചെടി, മഷിത്തണ്ട് എന്ന് പറയും. പല സ്ഥലത്തും അത് പല പേരിലാണ് പറയുക. ഇവിടെ മഷിത്തണ്ട്, ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു ചെടിയെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ ഇവർക്ക് വിശ്വാസം വരുന്നില്ല, സ്ലേറ്റ്. അപ്പോൾ ആ സ്ലേറ്റും പൊക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് ആ ചെടി ഇവർക്ക് അറിയില്ല, ഏതാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് ഏതായാലും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിരിക്കും, ഒരുപാട് ലെങ്തി വീഡിയോസ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തൊന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഷിത്തണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കത് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. നിങ്ങൾക്കും കാണിച്ചു തരാം. ഇതാണ്ടോ, ഇതാണ് മഷിത്തണ്ട്. ഇതുപയോഗിച്ചിട്ടാണ് ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിക്കുക. കണ്ടോ, ഈസി ആയിട്ട് വരും. അത് വേണച്ചാൽ നിങ്ങളിതൊന്ന് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചോ. എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ ആക്കി നോക്കൂ. കണ്ടോ എങ്ങനെയുണ്ട്? നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഇട്ട് കുറേ ലവൊക്കെ ഇട്ടിട്ടാണ് പിള്ളേർ വന്നിരിക്കുന്നത്. അത് നന്നായിട്ട് കശക്കി നന്നായിട്ട് ഇതാക്കട. അത് താഴത്തെ ഇട്ടതും കൂടെ എടുത്തു കുഞ്ഞാവാ. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? അതന്നെ. ഇതൊക്കെ അന്ന് കൊണ്ടുപോകുമ്പോൾ, സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇല്ലടാ, ഈ മഷിത്തണ്ടൊക്കെ കൊണ്ടുവരുന്നവർ VIP കളാണ്, അറിയോ? അപ്പോൾ ഈ മഷിത്തണ്ട് എന്ന് പറയുന്നത് ഒരുപാട് ഈ അസുഖങ്ങൾ മാറ്റുന്ന ഒരു നാട്ടിൻപുറത്തെ ആൾക്കാർക്കൊക്കെ അറിയും. അതായത് വയറിൽ നീർക്കെട്ടൊക്കെ വരില്ലേ, നീർക്കെട്ടിനൊക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ കൊളസ്ട്രോളോ അതൊന്നും നമുക്ക് ആധികാരികമായിട്ട് എനിക്കറിയില്ല, അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. നീർക്കെട്ടൊക്കെ ആകുമ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതല്ലേ. അപ്പോൾ അതൊക്കെ കമ്മിയാക്കാനും, പിന്നെ എന്താ തലവേദന അങ്ങനത്തെ അസുഖങ്ങൾക്ക്, പിന്നെ വാദം അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ ഇത് ഉപ്പേരി വയ്ക്കും. ഇത്ര ഉപ്പേരി മീൻസ് ഞങ്ങളിവിടെ പാലക്കാട് ഉപ്പേരി എന്നാണ് പറയുക. തോരൻ പറയില്ലേ, തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കറികളൊക്കെ വയ്ക്കും അത്ര. പക്ഷെ അതിനേക്കാളും നല്ലത് അത് ഡയറക്റ്റായിട്ട് നമ്മൾ കഴിക്കുന്നതും, നന്നായി കഴുകി വൃത്തിയാക്കി കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.